ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്, ഇന്ന് സെപ്റ്റംബർ 28 ഏറ്റവും സുപ്രധാനമായൊരു ദിനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത്തോളിയിലെ മുത്ത് CH മുഹമ്മദ് കോയ സാഹിബ് നമ്മെ വിട്ടുപിരിഞ്ഞ് ഇന്ന് 42 വർഷം തികയുകയാണ്. അദ്ദേഹത്തിൻ്റെ 42ാമത് ഓർമ്മ ദിനമാണിന്ന്. പ്രിയപ്പെട്ട CH കുറിച്ച് രണ്ട് വാക്ക്. നമുക്കെല്ലാവർക്കും CH കുറിച്ച് അറിയുന്നതാണ്. എങ്കിൽ കൂടി കോഴിക്കോട് നടക്കാവ് പള്ളിയുടെ കബറിടത്തിൽ അന്തിയുടങ്ങുന്ന പ്രിയപ്പെട്ട CH, അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി ആദരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യമായി ദുആ ചെയ്യുകയാണ്. ആമീൻ എന്നും പ്രാർത്ഥിക്കുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസ നായകൻ എന്നൊക്കെ പറഞ്ഞാൽ പ്രിയപ്പെട്ട CH കുറച്ച് പറയുകയായിരിക്കും. അത്രയും പ്രിയപ്പെട്ട കേരള സമൂഹത്തിനും നമ്മുടെ രാജ്യത്തും പുറത്തും ഒക്കെ CH ഒരു വിഖ്യാതനായ നായകൻ എന്നുള്ള നിലക്ക് ഒരു കാലഘട്ടത്തിൽ എന്തിനും പോകുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്കൊക്കെ CH നമുക്ക് വിലയിരുത്താം. ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടിപ്പരത്തുന്നില്ല. ഏതായാലും CH നമുക്കൊന്ന് വിലയിരുത്താം. ചെറിയങ്കണ്ടി മുഹമ്മദ് കോയ ജൂലൈ 15, 1927 ജൂലൈ 15 ജനിച്ചു. 1983 സെപ്റ്റംബർ 28 അദ്ദേഹം നമ്മോട് വിട്ടുപിരിഞ്ഞു. പ്രിയപ്പെട്ട ചെറിയങ്കണ്ടി മുഹമ്മദ് കോയ എന്നറിയപ്പെടുന്ന CH മുഹമ്മദ് കോയ സാഹിബ് 1979 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ കേരളത്തിൻ്റെ 10ാമത്തെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഒരു ഇന്ത്യൻ രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നു CH. 1967 മുതൽ 1973 വരെയും വീണ്ടും 1977 മുതൽ 1979 വരെയും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നതിലൂടെയാണ് അദ്ദേഹം പലപ്പോഴും അറിയപ്പെടുന്നത്. മുഖ്യമന്ത്രി പദത്തിന് ശേഷം 1981 മുതൽ 83 വരെ 83 മരിക്കുന്നത് വരെ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൻ്റെ 2ാമത്തെ ഉപമുഖ്യമന്ത്രിയായി. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ നയിച്ച ആദ്യത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ നയിച്ച ആദ്യത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അംഗമാണ് അദ്ദേഹം. വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വടക്കൻ കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് CH നേതൃത്വം നൽകി. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായും 1969 to 73 കേരള ഉപമുഖ്യമന്ത്രിയായും 1981-83 സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതവും കരിയറും നമുക്കൊന്ന് പരിശോധിക്കാം. ചെറിയങ്കണ്ടി മുഹമ്മദ് കോയ സാഹിബ് 1927 വടക്കൻ കേരളത്തിലെ അത്തോളിയിലെ പയമ്പുനത്തിൽ അലിയുടെയും മറിയമ്മയുടെയും മകനായി ജനിച്ചു. കോഴിക്കോട് സാമൂതിരി കോളേജിൽ പഠിക്കുമ്പോൾ മലബാർ ജില്ലയിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ കേരള മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ രൂപീകരിച്ച CH മുഹമ്മദ് കോയ സാഹിബ് പിന്നീട് പ്രമുഖ മുസ്ലിം ലീഗ് നേതാവും പിന്നീട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായിരുന്ന ലിയാഖത്ത് അലിഖാൻ കോഴിക്കോട് ഒരു പ്രശംസനീയമായ സ്വീകരണം സംഘടിപ്പിക്കാൻ സഹായിച്ചു. 1946 മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക മുഖപത്രമായ ചന്ദ്രിക പത്രത്തിൽ അദ്ദേഹം ചേർന്നു. 1957 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് CH ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് അദ്ദേഹം നിരവധി പ്രധാന ക്യാബിനറ്റ് പദവികൾ വഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി, ഉപമുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനമന്ത്രി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുഖ്യമന്ത്രിമാരുടെ കീഴിൽ EMS നമ്പൂതിരിപ്പാട്, C അച്യുത മേനോൻ, K കരുണാകരൻ, AK ആന്റണി, PK വാസുദേവൻ നായർ അദ്ദേഹം എന്നീ മുഖ്യമന്ത്രിമാർ ഭരിക്കുമ്പോൾ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1962, 1967, 1973, 1973-77 ഉപതെരഞ്ഞെടുപ്പുകളിൽ അടുത്തിടെ മരിച്ച M.
മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പകരമായി അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള സർവകലാശാല സെനറ്റിൽ അംഗമായിരുന്നു അദ്ദേഹം. കോഴിക്കോട് RECയുടെ ഗവേണിംഗ് ബോർഡ് ചെയർമാനായും സേവനമനുഷ്ഠിച്ചു. 1983 സെപ്റ്റംബർ 28 കേരള ഉപമുഖ്യമന്ത്രിയായിരിക്കെ ഗുരുതരമായ രക്തസ്രാവത്തെ തുടർന്ന് CH പെട്ടെന്ന് മരണപ്പെട്ടു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് വെറും 56 വയസ്സായിരുന്നു. സംസ്ഥാന മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഹൈദരാബാദിൽ പോയപ്പോഴാണ് അദ്ദേഹം മരണം സംഭവിച്ചത്. മൃതദേഹം വിമാനമാർഗം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി പിന്നീട് ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ പൂർണ്ണ സംസ്ഥാന ബഹുമതികളോട് കബറടക്കം ചെയ്തു. ഉമ്മ, ഭാര്യ, 3 കുട്ടികൾ, നിരവധി സഹോദരങ്ങൾ എന്നിവർ അദ്ദേഹത്തെ അതിജീവിച്ചു. CHന്റെ പൈതൃകത്തെക്കുറിച്ച് പറയുമ്പോൾ CH മുഹമ്മദ് കോയ സാഹിബിനെ പോലുള്ള ചെറുപ്പക്കാർ മനസ്സിലാക്കിയത് അക്രമാസക്തമായ കലാപം തങ്ങൾക്ക് കേരള മുസ്ലിങ്ങൾക്ക് ഒന്നും വാഗ്ദാനം ചെയ്യുന്നില്ല എന്നാണ്. മറുവശത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വലിയ നേട്ടങ്ങൾ നൽകിയേക്കാം എന്നാണ്. റോബിൻ ജെഫ്രി ചിത്രകാരൻ, വാചാലനായ പ്രസംഗ വൈഭവം CHനുണ്ടായിരുന്നു. പണ്ഡിതനായ R.E. മില്ലർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മാപ്പിള സമൂഹത്തിൻ്റെ അടിത്തട്ടിലെ നക്ഷത്രം എന്നും കേരളത്തിലെ മുസ്ലിം യുവാക്കളുടെ റാങ്കിംഗ് നായകൻ എന്നും ആയിരുന്നു. കേരളത്തിലെ വിവിധ സാമൂഹിക മത വിഭാഗങ്ങൾക്കിടയിൽ ഒരു പാലം പണിയുന്നയാൾ എന്ന നിലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. 1955 കോഴിക്കോട് വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ചത്തകുതിര എന്ന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പരസ്യമായി വിമർശിച്ചപ്പോൾ അദ്ദേഹത്തിനുള്ള ഉത്സാഹഭരിതമായ മറുപടിയുടെ പേരിലാണ് CH ഓർമ്മിപ്പിക്കപ്പെടുന്നത്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ CH മാപ്പിള സമൂഹത്തിൻ്റെ മതേതര വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി നിലകൊണ്ടിരുന്നു. CH വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് വടക്കൻ കേരളത്തിൽ കാലിക്കറ്റ് സർവകലാശാല സ്ഥാപനമായി. അറബിക് കോളേജുകളിൽ ഉയർന്ന നിലവാരം പുലർത്തണമെന്നും അദ്ദേഹം വാദിച്ചു. കേരള നിയമസഭയിലെ വിവരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഓർത്തെടുക്കാം. കേരള നിയമസഭ, ഒന്നാം നിയമസഭ 1957-59 കാലഘട്ടത്തിൽ താനൂരിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാം അസംബ്ലിയിൽ 1960-64 താനൂരിൽ നിന്ന് 1962 മാർച്ച് 6 അദ്ദേഹം താനൂരിൽ നിന്ന് വിജയിച്ചു. മൂന്നാം നിയമസഭ 1967-70 കാലഘട്ടത്തിൽ മങ്കടയിൽ നിന്ന് വിജയിച്ചു. നാലാമത്തെ അസംബ്ലിയിൽ 1970-77 കാലഘട്ടത്തിൽ കുണ്ടോട്ടിയിൽ നിന്ന് വിജയിച്ചു. 1973 ഫെബ്രുവരി 5 രാജിവെച്ചു. അഞ്ചാം അസംബ്ലിയിൽ 1977-79 കാലഘട്ടത്തിൽ മലപ്പുറത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ആറാം നിയമസഭയിൽ 1980-82 കാലഘട്ടത്തിൽ മഞ്ചേരിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ഏഴാം അസംബ്ലിയിൽ 1982-87 കാലഘട്ടത്തിൽ മഞ്ചേരിയിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണം 1983 സെപ്റ്റംബർ 28. കേരളത്തിലെ മന്ത്രിസഭയിൽ നിന്നുള്ള ഒരു വകുപ്പിൽ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ പട്ടംതാണ പിള്ളയുടെ മന്ത്രിസഭയിൽ സ്പീക്കറായിട്ട് സ്വതന്ത്രനായിട്ട് അദ്ദേഹം 1961 9/6/1961 മുതൽ 10/11/1961 വരെ അദ്ദേഹം സ്പീക്കറായി നിയമസഭയിലുണ്ടായി. രണ്ടാം EMS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായി 1967, 3/6/1967 മുതൽ 10/1969 വരെ 21/10/1969 വരെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി EMS മന്ത്രിസഭയിൽ. ഒന്നാം അച്യുതമേനോൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി 1/11/1969 വിദ്യാഭ്യാസ ആഭ്യന്തരമന്ത്രിയായി. അതുമുതൽ 8/1/1970 വരെ ആഭ്യന്തരമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. രണ്ടാം അച്യുതമേനോൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായും വിദ്യാഭ്യാസ മന്ത്രിയായും 4/10/1970 മുതൽ 1/3/1973 വരെ അദ്ദേഹം പ്രവർത്തിച്ചു. ഒന്നാം കരുണാകരൻ മന്ത്രിസഭയിൽ അദ്ദേഹം ധനകാര്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ 25/3/1977 മുതൽ 25/4/1977 വരെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയും ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്.
കരുണാകരൻ മന്ത്രിസഭയിൽ. ഒന്നാം ആന്റണി മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം പ്രവർത്തിച്ചു. 27/4/1977 മുതൽ 20/12/1977 വരെ വിദ്യാഭ്യാസ മന്ത്രിയായി. അതോടൊപ്പം തന്നെ 4/10/1978 മുതൽ 27/10/1978 വരെ 2 വട്ടമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയായി. പിന്നെ PKVയുടെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായി 29/10/1978 മുതൽ 7/10/1979 വരെ വിദ്യാഭ്യാസ മന്ത്രിയായി. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായത് 1979 ഒക്ടോബർ 12 മുതൽ ഡിസംബർ 1 വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായി. കരുണാകരൻ്റെ രണ്ടാം മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി 1981 ഡിസംബർ 28 മുതൽ 1982 മാർച്ച് 17 വരെ ഉപമുഖ്യമന്ത്രിയായി. കരുണാകരൻ്റെ മൂന്നാമത്തെ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി 1982 മെയ് 24 മുതൽ 1983 സെപ്റ്റംബർ 28 വരെ രണ്ടാമത് ഉപമുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചികഞ്ഞെടുക്കാം. ഉറവിടം കേരള നിയമസഭയിൽ എൻ്റെ ഹജ്ജ് തീർത്ഥാടനം, ബോക്സ് ലണ്ടൻ കെയ്റോ, ഞാൻ കണ്ട മലേഷ്യ, നിയമസഭ എങ്ങനെ പ്രവർത്തിക്കുന്നു, സോവിയറ്റ് യൂണിയൻ, ഇന്ത്യയിലെ മുസ്ലിം ഭരണം കഥകളിലൂടെ, ശ്രീലങ്കയിൽ 5 ദിവസം, ഒട്ടകം മുതൽ കാഡിലാക്ക് വരെ, ലോകം ചുറ്റുക എന്നീ കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ പ്രിയപ്പെട്ട CH കൈവച്ച മേഖലകളിലെല്ലാം ഒന്നാമനായി കഴിവ് തെളിയിച്ച സാധാരണക്കാരനാണ് CH മുഹമ്മദ് കോയ എന്ന ചെറിയങ്കണ്ടി മുഹമ്മദ് കോയ സാഹിബ്. 1983 സെപ്റ്റംബർ 28 ഹൈദരാബാദിൽ അദ്ദേഹം അന്തരിക്കുമ്പോൾ കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം 1979 കേരളത്തിലെ മുഖ്യമന്ത്രിയായി അല്പ ദിവസം പ്രവർത്തിച്ചു. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രി അദ്ദേഹമായിരുന്നു. ആദരണീയനായ ജനനേതാവ്, കഴിവുറ്റ ഭരണാധികാരി, കൃത്യഹസ്തനായ പത്രപ്രവർത്തകൻ, ഉന്നതനായ എഴുത്തുകാരൻ, വജസ്സനായ പ്രഭാഷകൻ, അങ്ങനെ എല്ലാ രംഗത്തും CH കഴിവ് തെളിയിച്ച് ഒന്നാമതായി. കോഴിക്കോട് ജില്ലയിലെ അത്തോളി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് CH ജന്മദേശം. 1927 ജൂലൈ 15 പയനമ്പുരത്തിൽ അലി മുസ്ലിയാർ എന്ന യൂനാനി നാട്ടുവൈദ്യൻ്റെ മകനായി ജനിച്ചു. കോഴിക്കോട്ടെ പൊതുരംഗത്ത് പ്രവർത്തിച്ചു പോകുന്ന അദ്ദേഹം ചന്ദ്രികാ ദിനപത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു. 1952 കോഴിക്കോട്ടെ നഗരസഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ദീർഘമായ പൊതുജീവിതത്തിന് തുടക്കമായി വരികയായിരുന്നു. 1957 അദ്ദേഹം നിയമസഭയിലെത്തി. പിന്നെ തുടർച്ചയായി മരണം വരെ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേരള നിയമസഭയിൽ മുഴങ്ങിക്കേട്ടു. ഇടയ്ക്ക് അല്പകാലം മാത്രം അദ്ദേഹം പാർലമെൻറ്റ് അംഗമായി മാറി നിന്നതൊഴിച്ചാൽ CH കേരള രാഷ്ട്രീയത്തിലെ സജീവ വ്യക്തിത്വമായിരുന്നു. പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും CH ശബ്ദം ആരും ശ്രദ്ധിച്ചിരുന്നു. ഭരണപക്ഷത്തിലായിരുന്നപ്പോൾ അദ്ദേഹം ഏതാണ്ട് എല്ലാ വകുപ്പുകളും പലതവണയായി കൈയാളിയിരുന്നു. 1961 രാഷ്ട്രീയ ഗുരുവായ സീതി സാഹിബിൻ്റെ നിര്യാണത്തെ തുടർന്ന് CH നിയമസഭാ സ്പീക്കറായി. അന്ന് സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറായിരുന്നു CH. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലായിരുന്നു CH ഏറ്റവും ഏറെ ശ്രദ്ധേയനായത്. ഏറ്റവും കൂടുതൽ കാലം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ആഭ്യന്തരം, വിനോദസഞ്ചാരം, റവന്യൂ, പൊതുമരാമത്ത് വകുപ്പ്, സാമൂഹ്യക്ഷേമം തുടങ്ങിയ വകുപ്പുകളിലും അദ്ദേഹം മന്ത്രിയായിരുന്നു. കേരളത്തിലെ പുതിയ സർവകലാശാലകൾ CH കാലത്തുണ്ടായതാണ്. പ്രത്യേകിച്ച് കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം വിവിധ ആനുകൂല്യങ്ങൾ നൽകി. അധ്യാപകർക്ക് മതിയായ സംരക്ഷണം ഉറപ്പാക്കി. പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കാൻ മുൻകൈ എടുത്തതും CH ആയിരുന്നു. അടിയറച്ച മുസ്ലിം ലീഗുകാരനായിരുന്നിട്ടും CH എല്ലാവർക്കും സമ്മതനായ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിൽ സാമുദായികമോ രാഷ്ട്രീയമോ ആയ ഓരോ താരതമ്യങ്ങളും കടന്നു വന്നിരുന്നില്ല. മൃദുഭാഷിയും വിനയാധീനനുമായിട്ടാണ് എല്ലാവരും CH ഓർക്കുക. എങ്കിലും വേണ്ടപ്പോൾ കടുത്ത വിമർശനങ്ങളുടെ കൂരം പെയ്യാൻ CH മടിച്ചിരുന്നില്ല. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടനായി ജനിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെ എത്തിയ CH ജീവിതഗാഥ ഒരു പാഠപുസ്തകമാണ്. മുൻ മന്ത്രി ഡോക്ടർ MK മുനീർ അച്ഛൻ്റെ കാലടികൾ പിന്തുടർന്ന് ലീഗ് നേതാവും കേരള മന്ത്രിസഭാ അംഗവുമായിരുന്നു. 1961 രാഷ്ട്രീയ ഗുരുവായ സീതി സാഹിബിൻ്റെ നിര്യാണത്തെ തുടർന്ന് CH നിയമസഭാ സ്പീക്കറായി. അന്ന് സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലായിരുന്നു CH ഏറ്റവുമേറെ ശ്രദ്ധേയനായത്
എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം ആഭ്യന്തരം, വിനോദസഞ്ചാരം, റവന്യൂ, പൊതുമരാമത്ത്, സാമൂഹ്യക്ഷേമം തുടങ്ങിയ വകുപ്പുകളിലും അദ്ദേഹം മന്ത്രിയായിരുന്നു. പ്രിയപ്പെട്ട CH വേറിട്ട ഇടപെടലുകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. മത്സ്യബന്ധനം, ഖനനം, വയോജന വിദ്യാഭ്യാസം തുടങ്ങിയവയിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ വരെ ഉൾക്കൊള്ളുന്നതായിരുന്നു CHൻ്റെ സർവകലാശാല പാക്കേജ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായം തൻ്റെ അധ്വാനം കൊണ്ടും ആത്മാർപ്പണം കൊണ്ടും എഴുതി ചേർത്ത വ്യക്തിത്വമാണ് CH എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന CH മുഹമ്മദ് കോയ സാഹിബ്. രാഷ്ട്രതന്ത്രജ്ഞനും എഴുത്തുകാരനും പ്രഭാഷകനും വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും നിയമസഭാ സാമാജികനും അങ്ങനെ വിവിധങ്ങളായ പദവികൾ വഹിച്ചിരുന്ന പദവികൾ മാറുമ്പോഴും വിദ്യാഭ്യാസത്തിന് പരമപ്രാധാന്യം നൽകിക്കൊണ്ടാണ് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എക്കാലത്തും തുടർന്നും കേരളീയ പൊതുസമൂഹത്തിനും വിശേഷിച്ച് മുസ്ലിം സമുദായത്തിനുൾപ്പെടെയുള്ള പിന്നോക്ക, ന്യൂനപക്ഷ, ദളിത് വിഭാഗങ്ങളുടെ സാമൂഹ്യ മുന്നേറ്റത്തിന് നൽകിയ ത്വരിതവും ബലവത്തവുമായ മുന്നേറ്റമാണ് ഇതര രംഗങ്ങളിൽ അദ്ദേഹത്തിന് നേടാനായ ഇടങ്ങളെക്കാൾ അതിനെ പ്രസക്തമാക്കുന്നത്. അറിവും അക്ഷരങ്ങളും തുറന്നു നൽകുന്ന അതിരുകളില്ലാത്ത ലോകത്തെ പരിമിതികളുടെയും ഇല്ലായ്മകളുടെയും ഇടയിലും സ്വപ്നം കണ്ടു വളർന്ന CH വായനയെയാണ് അതിനായുധമാക്കിയത്. ചെറുപ്രായത്തിലെ മികച്ച വാഗ്മിയായി CHനെ മാറ്റിയതു അറിവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹവും വായനയോടുള്ള പ്രതിബദ്ധതയുമായിരുന്നു. തൻ്റെ 13-ാം വയസ്സിൽ അക്കാലത്ത് അതിപ്രശസ്തമായിരുന്ന വാഗ്ഭടാനന്ദൻ എന്ന വാഗ്മിയോടൊപ്പം വേദിയിൽ പ്രഭാഷകനായി എത്തി കേൾവിക്കാരെ അമ്പരപ്പിച്ച് CH ഏതാണ്ട് അതേ പ്രായത്തിൽ തന്നെ എഴുത്തിൻ്റെ മേഖലയിലേക്കും കടന്നു വന്നു. ആദ്യകാലങ്ങളിൽ കോയ MK അത്തോളി എന്ന പേരിൽ ചന്ദ്രികയിൽ എഴുതി തുടങ്ങിയ CH തൻ്റെ ആദ്യ പുസ്തകം ലിയാഖത്ത് അലി ഖാൻ എന്ന ജീവചരിത്ര പുസ്തകം കേവലം 20 വയസ്സിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. അക്കാലത്ത് തന്നെ ചന്ദ്രികയുടെ പത്രാധിപ സമിതിയിൽ അംഗമായി തീർന്ന CH കേവലം 22-ാമത്തെ വയസ്സിൽ ചന്ദ്രികയുടെ പത്രാധിപരായി. പ്രായക്കുറവ് കാരണം ഇന്ത്യ സ്വതന്ത്ര റിപ്പബ്ലിക്കായ ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവാതെ പോയ CH പിന്നീട് മത്സരിച്ച തെരഞ്ഞെടുപ്പിലെല്ലാം വിജയിച്ച നേതാവായും മന്ത്രിയായും മുഖ്യമന്ത്രിയായും എല്ലാം മാറുമ്പോഴും എഴുത്തിനോടും വായനയോടും ഉള്ള അഭിരുചി അണയാതെ കാലത്തിൻ്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെതായി നമുക്ക് ലഭിച്ചിട്ടുള്ള 1 ഡസനിലേറെ പുസ്തകങ്ങൾ. സ്വയം അറിവ് നേടുന്നതിലോ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിലോ ആയിരുന്നില്ല അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത്. സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തിക ശേഷിയിലും ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന മുസ്ലിം സമുദായത്തെ മുഴുവനായി വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറാൻ പ്രാപ്തരാക്കുക എന്നതായിരുന്നു അദ്ദേഹം കണ്ട സ്വപ്നം. അതിനുവേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ യത്നങ്ങൾ. അക്കാലം വരെ മുസ്ലിം സമുദായത്തിനുള്ളിൽ വിദ്യാഭ്യാസ വിഷയങ്ങളിൽ നിലനിന്നിരുന്ന മഹാത്മീയതയുടെയും ഭൗതികതയുടെയും അതിർവരമ്പുകൾ ഇല്ലായ്മ ചെയ്തത് CH നടത്തിയ അവിരാമ പോരാട്ടങ്ങളുടെ ഫലമാണ്. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നതിനാൽ സാമൂഹ്യമായ ഇകഴ്ച നേരിടുന്ന തൻ്റെ സമുദായത്തെക്കുറിച്ചുള്ള ഉള്ളുതൊട്ടുള്ള നൊമ്പരമാണ് ആ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്ന ഉറച്ച ലക്ഷ്യത്തിലേക്ക് CHനെ നയിച്ചത്. നിങ്ങൾ ആരുടെയും അടിമകളാവരുത്, വെള്ളം കോരികളും വിറകുവെട്ടുകളുമായി മാറരുത്. വിദ്യാഭ്യാസത്തെ ആത്മീയവും ഭൗതികവുമായി വേർതിരിച്ച് നിർത്തിയതാരാണ് എന്നെനിക്കറിയില്ല. കാലത്തിനൊപ്പം വിദ്യാഭ്യാസം മുസ്ലിം സമുദായത്തിന് നേടണം. ശാസ്ത്രീയ രംഗത്ത് കൂടുതൽ ഉത്സുകരാകണം. ഒന്നുമില്ലെങ്കിൽ മീൻ വിറ്റു ജീവിച്ചു കൊള്ളാം എന്ന മനോഭാവം മാറ്റണം. മത്സ്യം പിടിക്കുന്നതോടുകൂടി ഇന്ന് ശാസ്ത്രീയ മാർഗത്തിലാണ്. അദ്ദേഹം തൻ്റെ ആശങ്കകൾ, പ്രതീക്ഷകൾ തന്നെ കേൾക്കാൻ കൂടുന്ന ആൾക്കൂട്ടങ്ങൾക്ക് മുമ്പിൽ നിർത്തലില്ലാതെ പങ്കുവച്ചു. നിങ്ങൾ 1 വർഷം പലഹാരമുണ്ടാക്കുന്ന പണം എനിക്ക് തരൂ, ഞാൻ നിങ്ങൾക്കൊരു സർവകലാശാല പകരം തരാം എന്ന് അദ്ദേഹം വടക്കേ മലബാറിലെ സ്ത്രീകളോട് അപേക്ഷിച്ചു. കാലിക്കറ്റ് സർവകലാശാല എന്ന മഹത്തായ സ്വപ്നത്തെ, ജീവിതാഭിലാഷത്തെ സാധിക്കുന്നതിനുള്ള പങ്കാളിത്തവും പിന്തുണയുമായാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ
സമുദായത്തോട് അഭ്യർത്ഥിച്ചത്. കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നിയന്ത്രണത്തിലും നടത്തിപ്പിനുമായി കേരള സർവകലാശാല മാത്രമാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. അതുമൂലം പ്രയോജനം ലഭിച്ചിരുന്നത് തിരുവിതാംകൂർ, തിരുക്കൊച്ചി മേഖലകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജനങ്ങൾക്കും മാത്രമായിരുന്നു. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന മലബാർ മേഖല അക്കാരണം കൊണ്ട് തന്നെ കേരളത്തിലെ തന്നെ ഇതര മേഖലകളോട് താരതമ്യപ്പെടുത്തുമ്പോൾ സാമൂഹ്യമായും തൊഴിൽപരമായും പിന്നോക്കമായി തീർന്നു. വിദ്യാഭ്യാസപരമായി ആ പ്രദേശങ്ങളെ മുന്നോട്ട് നയിക്കാനായാൽ മാത്രമേ അവസ്ഥയ്ക്ക് മാറ്റം വരൂ എന്നും അതിനെ മലബാറിനെ ഒരു സർവകലാശാല എന്ന ലക്ഷ്യം സാധ്യമായി തീരൂ എന്നും അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യത്തിനൊപ്പം അതൊരു ആവശ്യകതയായി ജനം തിരിച്ചറിയേണ്ടതുണ്ടെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനായി തൃശ്ശൂരും പാലക്കാട്ടും കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തും ഗ്രാമാന്തരങ്ങൾ തോറും CH നിരന്തരം പ്രസംഗങ്ങൾ നടത്തി. പ്രസംഗം മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും ആ ലക്ഷ്യത്തെ മുൻനിർത്തിയായിരുന്നു. അതിനിടയിലാണ് 1961 ജനാബ് സീതി സാഹിബിൻ്റെ മരണം മൂലം ഒഴിവ് വന്ന സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറായി CH തിരഞ്ഞെടുക്കപ്പെട്ടത്. 1962 സ്പീക്കർ പദവി രാജിവെച്ച് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മുസ്ലിം ലീഗ് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ സഭാ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം സർവകലാശാലക്കായി ആവശ്യമുന്നയിച്ചു. തിരുവിതാംകൂറിന് ഇനിയൊരു യൂണിവേഴ്സിറ്റി കൂടി താങ്ങാവുന്ന സാമ്പത്തിക ശേഷിയില്ലെന്ന് പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെയും മറ്റു വാദങ്ങൾ മുൻനിർത്തി CHൻ്റെ ആവശ്യം നിരസിക്കപ്പെട്ടു. അപ്പോഴാണ് ഒരു പിടിവള്ളി പോലെ കോത്താരി കമ്മീഷൻ എന്നറിയപ്പെടുന്ന ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൽ കേരളത്തിൽ മലബാർ പ്രദേശത്തിന് ഒരു സർവകലാശാല കൂടി വേണ്ടതുണ്ടെന്ന നിർദ്ദേശവുമായി CH കണ്ടെത്തുന്നത്. ആ റിപ്പോർട്ട് നിർദ്ദേശം നടപ്പാക്കുന്നതിനായി അദ്ദേഹം ശ്രമങ്ങൾ തുടർന്നു. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വിജയപ്രാപ്തിയിലെത്തിയത് 1967 EMS മന്ത്രിസഭയിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടിയായിരുന്നു. അഥവാ തൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായി ബാഹ്യവും ആഭ്യന്തരവുമായ എതിർപ്പുകളെ ചെറുതു തോൽപ്പിച്ച് തന്നെ CH സ്വയം തിരഞ്ഞെടുക്കുന്നതായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ്. പട്ടംതാണു പിള്ളയെയും R ശങ്കരനെയും ജോസഫ് മുണ്ടശ്ശേരിയെയും പോലുള്ള അധികായന്മാർ കൈയാളിയിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് CH മുഹമ്മദ് കോയ എന്ന ഇൻ്റർമീഡിയറ്റുകാരൻ്റെ കയ്യിലെത്തിയാൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാവുമെന്ന് മുൻവിധികൾ വന്നു. ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ തരൂ എന്ന പരിഹാസം ചുവരെഴുത്തുകളും ബാനറുകളുമായി കേരളത്തിലെ കലാലയങ്ങളിൽ ഉയർന്നു. ആ എതിർപ്പുകളെയും പരിഹാസങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് ഐതിഹാസികമായ മുന്നേറ്റം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ 2 വർഷക്കാലം കൊണ്ട് തന്നെ CHന് സാധിച്ചു. 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം സമ്പൂർണ്ണമായും സൗജന്യമാക്കുകയും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ കണ്ടെത്താൻ സർവേ സംഘങ്ങളെ അടിയന്തരാടിസ്ഥാനത്തിൽ നിയമിക്കുകയും ചെയ്ത CH ഓരോ പഞ്ചായത്തിലും ഓരോ UP സ്കൂൾ എന്ന ലക്ഷ്യം വെച്ചാണ് പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെ സമൂല മാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭരണപരമായ ശ്രമങ്ങൾ തുടരുന്നതോടൊപ്പം തന്നെ സർവകലാശാലക്കായുള്ള പരിശ്രമങ്ങളും തുടർന്നു. ഒടുവിൽ 1967 തന്നെ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് മുൻനിർത്തി സർവകലാശാല ആരംഭിക്കുന്നതിനായുള്ള മന്ത്രിസഭാ അംഗീകാരവും ധനകാര്യ വകുപ്പിൻ്റെ അനുമതിയും നേടി. തുടർന്ന് കേന്ദ്ര അംഗീകാരവും UGC അനുമതിയും അദ്ദേഹം മുൻപന്തിയിൽ നിന്നു തന്നെ നേടിയെടുത്തു. കേവലം ഒരു വർഷത്തിനുള്ളിൽ 1968 ജൂലൈ 22 കേരള ഗവർണർ ഓർഡിനൻസ് പ്രകാരം കാലിക്കറ്റ് സർവകലാശാല ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. സർവകലാശാല എന്നാൽ കെട്ടിയുയർത്തിയ ഒരു കെട്ടിടമായിരുന്നില്ല CHൻ്റെ സങ്കല്പം. അവിടെ ഏതെല്ലാം വിഷയങ്ങൾ പഠിപ്പിക്കണമെന്നും ഏതെല്ലാം പഠന വകുപ്പുകൾ ഉന്നത പഠന വിഭാഗങ്ങൾ ഉണ്ടാവണമെന്നുമുള്ള ഒക്കെയുള്ള വ്യക്തമായ പദ്ധതികളോടെയാണ് CH കാലിക്കറ്റ് സർവകലാശാലയെ വിഭാവനം ചെയ്തത്. മത്സ്യബന്ധനം, ഖനനം, വയോജന വിദ്യാഭ്യാസം തുടങ്ങിയവയിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ വരെ ഉൾക്കൊള്ളുന്നതായിരുന്നു CHൻ്റെ സർവകലാശാല പാക്കേജ്. കേരളത്തിലെ അലിഗഡ് എന്നും മുസ്ലിം സർവകലാശാല എന്നും പാകിസ്ഥാൻ സർവകലാശാല എന്നും എതിർചേരിയിലുള്ളവർ പരിഹാസങ്ങളുമായി എത്തിയപ്പോഴും CH പതറാതെ മുന്നോട്ട് പോയി. അതിൻ്റെ ഫലമായാണ് എതിരാളികളുടെ വാദങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇന്ന് രാജ്യാന്തര നിലവാരമുള്ള പഠന ഗവേഷണ സൗകര്യങ്ങളോടെ നാടിൻ്റെ യശസ്സുയർത്തി മതേതര മൗനമാനത്തോടെ തന്നെ CHൻ്റെ ചിന്താ സന്താനമായ കാലിക്കറ്റ് സർവകലാശാല നിലകൊള്ളുന്നത്.
കാലിക്കറ്റ് സർവകലാശാല സ്ഥാപനം പോലെ തന്നെ ഐക്യ കേരള രൂപീകരണത്തിനു ശേഷം ഉണ്ടായ മറ്റു 3 സർവകലാശാലകളുടെ രൂപീകരണത്തിനും CH നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. താരതമ്യേന വിദ്യാഭ്യാസ പുരോഗതി നേടിയിരുന്ന കൊച്ചി കേന്ദ്രീതമായി രൂപീകരിക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ്, മഹാത്മാഗാന്ധി സർവകലാശാല, മലപ്പുറത്തെ കാർഷിക സർവകലാശാല എന്നിവയാണവ. സർവകലാശാലകൾ മാത്രമല്ല, ആയിരക്കണക്കിന് സ്കൂളുകൾ കേരളം മുഴുവൻ സ്ഥാപിക്കപ്പെട്ടു. കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജ്, കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്, വനിതാ പോളിടെക്നിക്, മമ്പാട് MES കോളേജ്, TKM കോളേജ്, എടത്തല അൽ-അമീൻ കോളേജ്, കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ്, കല്ലടി കോളേജ്, സർ സയ്യിദ് കോളേജ് തുടങ്ങി ഒട്ടനേകം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ CHന്റെ നേതൃത്വത്തിലും പിന്തുണയിലും രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. കേരളത്തിലെ മുക്കിലും മൂലയിലും അറിവിൻ്റെ വെളിച്ചമെത്തിക്കാൻ CH നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങളിലൂടെ ഫലമാണ് ഇന്ന് ലോകത്തെവിടെയും അറിവാളികളുടെ നാടായി ഈ കച്ച് കേരളം അറിയപ്പെടുന്നത്. കാസർഗോഡിനെ വിദ്യാനഗർ എന്നും തലശ്ശേരിക്ക് വിദ്യാപുരി എന്നും പേരു നൽകണമെന്നാഗ്രഹിച്ച CH അറിവിൻ്റെ തെളിച്ചം തന്നെയാണ് നാടിൻ്റെ വെളിച്ചം എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് തൻ്റെ കർമ്മപദ്ധതികളുമായി മുന്നോട്ട് നീങ്ങിയത്. 2ാം വട്ടം 1969 മന്ത്രിസഭയിൽ തനിക്ക് വെച്ചു നീട്ടപ്പെട്ട മുഖ്യമന്ത്രി പദം സമയമായില്ലെന്ന് ആദരപൂർവ്വം നിരസിച്ച CH 2ാം ഘട്ടത്തിലും വിദ്യാഭ്യാസ വകുപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യ പോലുള്ള ആശങ്കകൾ ഭരണപ്രതിപക്ഷ അംഗങ്ങൾക്കോ ജനങ്ങൾക്കോ ആശ്വാസമുണ്ടായിരുന്നില്ല. വളരെ തയ്യാറെടുപ്പുകളോടും ആസൂത്രണത്തോടും കൂടി CH തയ്യാറാക്കുന്ന ധനാഭ്യർത്ഥന ചർച്ചകൾ എതിർപ്പോ വോട്ടെടുപ്പോ കൂടാതെ പാസ്സാക്കുക പതിവായിരുന്നു. കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിലെ തന്നെ അപൂർവ സന്ദർഭങ്ങളാണവ. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾക്കുള്ള സ്പെഷ്യൽ പാക്കേജുകൾ, മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് പഠന സ്കോളർഷിപ്പുകൾ, ദരിദ്രരായ മാതാപിതാക്കളുടെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ, സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പ്രോത്സാഹനം എന്നിങ്ങനെ ആനുകൂല്യങ്ങളിലൂടെയും പ്രോത്സാഹനങ്ങളിലൂടെയും കേരളത്തെ വിദ്യാസമ്പന്ന ജനതയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയത്. കേരളം ഏറ്റവും വലിയ വിദ്യാഭ്യാസ കുതിപ്പ് നേടാൻ കാരണമായി തീർന്ന CH വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ രാജ്യാന്തര തലത്തിൽ പോലും ശ്രദ്ധയായതോടുകൂടി പല വിദേശ സർവകലാശാലകളും CHനെ അവിടേക്ക് ക്ഷണിക്കുകയും CH അവിടങ്ങളിൽ തൻ്റെ പദ്ധതികളെക്കുറിച്ച് പ്രൗഢമായ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പൂർവ്വ മാതൃകളിലായിരുന്ന ആ ഇൻ്റർമീഡിയറ്റുകാരൻ തൻ്റെ വായനയിലൂടെ സങ്കല്പശേഷിയിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും ലോകത്തിന് തന്നെ മാതൃകയായി. പ്രിയപ്പെട്ട CHനെ കുറിച്ച് നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രങ്ങളിൽ നമുക്ക് കാണപ്പെട്ട ചില കാര്യങ്ങളും കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട CH എന്ന് പറഞ്ഞാൽ CH എന്ന് പറയുമ്പോൾ 2 വാക്കിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിത്വമല്ല. ഈ വിദ്യാഭ്യാസ പുരോഗതി ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ പുരോഗതിക്ക് നാന്ദി കുറിച്ച, അതിന് നേതൃത്വം വഹിച്ച, അതിനൊരുപാട് പ്രയത്നങ്ങൾ വഹിച്ച പ്രിയങ്കരനായ നേതാവായിരുന്നു CH മുഹമ്മദ് കോയ എന്നുള്ളത് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ട CH പോകാത്ത വഴികളില്ല, പോകാത്ത മേഖലകളില്ല. എല്ലാ മേഖലയിലും കടന്നു ചെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഐതിഹാസിക നായകൻ, കാലഘട്ടത്തിൻ്റെ ഇതിഹാസ നായകൻ എന്നൊക്കെ CHനെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ കൃത്യമായും CH അതിനുതകുന്നൊരു മനുഷ്യനായിരുന്നു. ഇന്നും ഈ 42 വർഷം കഴിഞ്ഞും CHനെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ CH എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇന്നും അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇന്നും പാർട്ടി വേദികളിലും, മുസ്ലിം ലീഗ് പാർട്ടിയുടെ വേദികളിലും അതല്ലാതെയും ഇന്നും ഏതൊരു രാഷ്ട്രീയക്കാരനും CHനെ പറയുമ്പോൾ 100 നാക്കാണ്. CHനെ കുറിച്ച് എതിരഭിപ്രായങ്ങളില്ല. വളരെ നിഷ്പക്ഷമായി CHനെ എല്ലാവരും പുകഴ്ത്തി സംസാരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഭേദമന്യേ CHനെ എല്ലാവരും പുകഴ്ത്തി സംസാരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള കുറച്ച് ആളുകൾ മാത്രമേ നമുക്കിടയിലൂടെ കടന്നു പോകൂ. വെറും 56 വർഷക്കാലം ഈ കേരളത്തിൻ്റെ മണ്ണിൽ ജീവിച്ച ഒരു മനുഷ്യനെ ഇന്നും എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു ചരിത്ര തുല്യതയുള്ള ഒരു പ്രഗത്ഭനായ നേതാവാണ് എന്നതിൽ തർക്കമില്ല. ഞാൻ കൂടുതൽ പറഞ്ഞുകൊണ്ട് സമയം ഒരുപാടായിട്ടുണ്ടെങ്കിൽ കൂടി ആ ഒരു വിഷയം ഞാൻ അതിൻ്റെ പര്യവസാനത്തിലെത്തിക്കുകയാണ്. പ്രിയപ്പെട്ട CHനെ ഇന്ന്
സെപ്റ്റംബർ 28 കൂടെ കടന്നു വരുമ്പോൾ 42ാമത് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം നമുക്കിവിടെ കടന്നു വരുമ്പോൾ അങ്ങ് കോഴിക്കോടിൻ്റെ നടക്കാവ് പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്തി ഉറങ്ങുന്ന CH അങ്ങ് കാണിച്ചു തന്ന പാത ഇന്നും മുന്നോട്ട് നയിച്ചുകൊണ്ട് വളരെ അചഞ്ചലമായി മുന്നേറുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ആരാൻ്റെ വെള്ളം കോരികളും വിറക് വെട്ടുകളുമായിരുന്ന ഈ ഒരു സമൂഹത്തെ ഇന്ന് ഈ നിലയിലേക്ക് എല്ലാ മേഖലയിലും കവർന്നു ചെന്നുകൊണ്ട് പ്ലെയിന് ഓടിക്കുന്ന ജുമാനയുള്ള കാലത്ത്, IAS-ൻ്റെയും IPS-ൻ്റെയും കാലത്ത്, അതുപോലെ തന്നെ കളക്ടർമാരുടെ കാലത്ത് എല്ലാ മേഖലയിലും കടന്നു ചെന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മൂർധന്യ ദിശയിൽ നിൽക്കുന്ന കേരളീയ സമൂഹത്തിനിടയിലാണ് ഇന്ന് നമ്മളെപ്പോലുള്ള ആളുകൾ ജീവിക്കുന്നത്. അതിന് നാന്ദി കുറിച്ച അതിന് നേതൃത്വം നൽകിയ CH-നെ ഈ 42 വർഷം കഴിയുമ്പോഴും അദ്ദേഹത്തെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ പ്രിയപ്പെട്ട CH എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട CH-നെ കുറച്ച് വാക്കുകൾ കഴിയുന്നില്ല, ഇനിയും ഒരുപാട് നമുക്ക് പറയാനുണ്ട്. എങ്കിലും ഇവിടെ എൻ്റെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് CH-നെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ പ്രിയപ്പെട്ട CH അതുപോലെ ഒരുപാട് മുൻകഴിഞ്ഞ നേതാക്കൾ നമുക്കിടയിലൂടെ കടന്നു പോയിട്ടുണ്ട്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൊട്ട് ഈ പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വരെ, അതായത് ഒരുപാട് നേതാക്കൾ ഈ 7.5 പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗിന് മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഓരോ നേതാക്കളും ഓരോ ചരിത്ര പുസ്തകങ്ങളാണ് എന്ന് നമുക്കറിയാം. എല്ലാവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട CH-ന് സ്വർഗം നൽകി, അതോടൊപ്പം തന്നെ നമ്മുടെ മുൻകഴിഞ്ഞു പോയ നേതാക്കന്മാർക്ക് സ്വർഗം നൽകി ആദരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ എല്ലാം ചരിത്രങ്ങൾ തേടിയെത്തുന്ന നിങ്ങൾ ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കണം, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാ ചരിത്രങ്ങളെക്കുറിച്ചും പഠിച്ച് നല്ലൊരു തലമുറയായി നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജയ് മുസ്ലിം ലീഗ്.